ഹീലിംഗ് ഹബിന്റെ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അത് നിങ്ങളുടെ സാന്നിധ്യത്തോട് കൂടിയിട്ട് അതിന്റെ ഒരു ഇനാഗുറേഷൻ ഇവിടെ ബ്രൗസർ ചെയ്യുന്നതായിരിക്കും, സ്ക്രീൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളൊക്കെ ജീവിതത്തിലെ ഒരുപാട് സന്തോഷം അനുഭവിക്കാനാണ് അല്ലേ നമുക്ക് ആഗ്രഹം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട്, ആർക്കും ടെൻഷൻ അടിച്ച് ഇമോഷൻ അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളായിട്ട് ജീവിക്കാന് സോറി കേട്ടോ, ഒരു കോള് വന്നേ. ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും സന്തോഷത്തോട് കൂടിയിട്ടുള്ള ജീവിതം നയിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അത് നമുക്ക് സാധ്യമാകാറുണ്ടോ? ഒരുപാട് നെഗറ്റീവ് ചിന്തകളും അതുമൂലം വരുന്ന സങ്കടങ്ങളും അതുമൂലം ഉണ്ടാകുന്ന ഇമോഷൻസും പേറി നമ്മൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടാറാണല്ലേ. നമ്മളെ സ്വയം കുറ്റപ്പെടുത്തിയിട്ടും മറ്റുള്ളവരാണ് എൻ്റെ അല്ലെങ്കിൽ വളർച്ചക്ക്, എൻ്റെ ജീവിത വിജയത്തിന് കാരണക്കാരി എന്ന് മറ്റുള്ളവർ നമ്മൾ പഴിചാരിയിട്ടും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞു പോകാറുള്ളത്. എന്നാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം എന്താണ്? എൻ്റെ ജീവിതം സന്തോഷത്തോടെയാവണം. നമ്മൾ തന്നെയാണ് അതിന് കാരണക്കാരി എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. നമുക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, എക്സ്പീരിയൻസ്, ചുറ്റുപാടുകളിൽ നിന്ന്, എൻവിറോൺമെന്റ് ചുറ്റുപാടുകളിൽ നിന്ന്, എക്സ്പീരിയൻസ്, പല പല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് ബോധപൂർവം നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനായിട്ടും സാധിക്കും. നമ്മൾ വിചാരിക്കണം, ഓരോ നെഗറ്റീവ്സ് വരുമ്പോഴും ഇന്ന ചിന്തകളാണ്, ഒന്ന് നിരീക്ഷിക്കണം. അതുമൂലം വരുന്ന സങ്കടങ്ങള്, അപ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻസ് എന്താണ്, അതെങ്ങനെ മറികടക്കാം, അതിനെങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. നമ്മൾ സ്വയം ചിന്തിച്ചാല്, നമ്മൾ സ്വയം പ്രവർത്തിച്ചാലാണ്. അല്ലാതെ മറ്റുള്ളവർ കൊണ്ടുവന്ന് തരട്ടെ, അവരാണ് അതിന് ഉത്തരവാദി, അവരാണ് എന്നെ പോസിറ്റീവ് ആക്കേണ്ടത് എന്നല്ല, നമ്മൾ സ്വയം മാറുക എന്നുള്ളതാണ്. അതിനൊരു അവബോധം നമ്മൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും കഴിയും അതിനു വേണ്ട ഒരുപാട് അറിവുകളും, ആ അറിവ് ലഭിച്ചാൽ പോരാ, അത് എങ്ങനെ എൻ്റെ ലൈഫിൽ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതും കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആസിമാമിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൈക്ക് ആസിമാമിന് കൈമാറുന്നു. ഓവർ ടു യു ആസിമ. താങ്ക് യു നസീറ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എൻ്റെ നസീറ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതില് ഒരു 2 വാക്കുകൾ എനിക്കും കൂടി പറയാൻ തോന്നുകയാണ്. വേറൊന്നുമല്ല, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ഹീലിംഗ് ഹബ് എന്നുള്ളൊരു കമ്മ്യൂണിറ്റി. അപ്പൊ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരുപാട് പേരുടെ സഹകരണം ലഭിച്ചിട്ടുണ്ട് ഇന്ന് വരെ. ഇനി മുൻപോട്ടും അത് ഉണ്ടാവണമെന്ന് തന്നെയാണ് ആഗ്രഹവും, അത് തന്നെയാണ് നിങ്ങളോട് പറയുന്നതും. അതോടൊപ്പം തന്നെ നമ്മുടെ ഹീലിംഗ് ഹബിന്റെ ഒരു ബ്രോഷർ വന്നിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ അടുത്താണ് അത് ആദ്യം തന്നെ ഒന്ന് ലോഞ്ച് ചെയ്യിപ്പിക്കണം എന്നൊരു ആഗ്രഹം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളും ഇനി മുമ്പോട്ട് ചെയ്യാൻ പോകുന്നതും എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു ജസ്റ്റ് ഒരു 30 സെക്കൻഡിന്റെ ഒരു വീഡിയോ മാത്രമാണ്. അപ്പൊ നമുക്കത് കണ്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് നമുക്കതിലേക്ക് മാറാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ. ഇതാണ് ഇവിടെ ഇന്നിപ്പോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവം.
താങ്ക് യു സോ മച്ച്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ മെഡിറ്റേഷനിലേക്ക് കിടക്കാം. കണ്ണുകളടച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കംഫർട്ട് ആവുന്ന രീതിയിൽ കാലുകൾ നിലത്തുറപ്പിച്ച് ഇരിക്കുക. സ്ക്രീൻ ഷെയർ ചെയ്തത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല മാം, ഇല്ല ഞാൻ മാം, യാത്രയിലായിരുന്നു. കണ്ടില്ല മാം, കണ്ടില്ല. ഓക്കെ ഓക്കെ കാണാതിരുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഒന്നും കണ്ടില്ല. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. മാം കാണുന്നുണ്ടോ? ഇല്ല മാം, എനിക്കൊരു കോൾ വന്നു, അതേ ഞാന് ശ്രദ്ധിച്ചില്ല. കാണുന്നില്ല കേട്ടോ, അപ്പൊ കാണുന്നില്ല. ഇപ്പോൾ കാണുന്നുണ്ടോ? ഇല്ല. എന്താ സംഭവിച്ചേ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഉം? നാട്ടില്ല. ഓക്കെ. കാണുന്നില്ലായിരിക്കും. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല. എന്തോ സാങ്കേതിക തടസ്സം വന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാ. ഇല്ല മാം, കാണുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഒന്ന് ഷെയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ, ഇത് സെറ്റ് ആക്കാതിന് മുമ്പ്, അത് തീരുന്നതിന് മുമ്പ് നമുക്ക് റെഡിയാക്കാം. എന്ത് പറ്റിയ അസേമാം? നേരത്തെ വന്നിരുന്നല്ല. എന്താന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇപ്പൊ എന്തായാലും മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ. കേൾക്കുന്നുണ്ടെ പറയണേ. കണ്ണുകളടച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം. സ്വസ്ഥമായിരിക്കാം. ഇടത് കൈക്ക് മുകളിൽ വലതു കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷത്തിലേക്ക് കൊണ്ടുപോവുക. നിങ്ങളിപ്പോൾ പൂർണ്ണമായും അതിൽ ജീവിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടതായി നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വീട്, കുടുംബം, കുട്ടികൾ എല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം. അവരുമായുള്ള ഇടപഴകലുകൾ നിങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പരിപൂർണ തൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്നു. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ, മനോഹരമായ നിങ്ങളുടെ ഓഫീസ് കെട്ടിടം, നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, സ്ഥാനക്കയറ്റങ്ങൾ എല്ലാം
വ്യക്തമായി നിങ്ങൾ കാണുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങളും പ്രശംസകളും വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാം. ആഡംബര സൗകര്യങ്ങളോടുകൂടിയ നിങ്ങളുടെ മുറിയിൽ സുഖമായി കിടക്കുന്നത് നിങ്ങൾ ആസ്വദിക്കുന്നു. ഏറ്റവും സ്വാദേറിയ ഭക്ഷണത്തിന്റെ രുചി നിങ്ങളുടെ നാവിലുണ്ട്. കുറച്ചു സമയം നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ നിന്നും സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷണീയമായ കഴിവ് എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ദിവ്യസ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എന്തും ചെയ്യാനുള്ള സർഗശക്തിയും പ്രാഗൽഭ്യവും എനിക്കുണ്ട്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാകും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തു വിട്ട് മെല്ലെ കണ്ണുകൾ തുറക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ആ ഒരു ഫീലിൽ ഇരിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഞാൻ സെൽഫായിട്ടൊരു മെഡിറ്റേഷൻ തരണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ കുറച്ചൊരു ഇഷ്യൂസ് വന്നത് കൊണ്ട് ഒന്ന് മാറ്റി വെച്ചതാണ്. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വീക്കിലും ഫ്രൈഡേ 7:30 ഉണ്ടായിരിക്കും. ഇപ്പോൾ നിസ്രമാമ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാജിക്കൽ ടോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരാഗ്രഹമായിരുന്നു ഗൈഡ് GCTP-ലൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ്ലി കൊടുക്കാൻ കഴിയുന്നത് നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. വെബിനാറുകൾ നടത്തുന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ്ലി ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പടച്ചവൻ അനുഗ്രഹിച്ച് ഇന്നിപ്പോ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു പേരൊക്കെ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് അറിയണവരെല്ലാരെയും ഇത് അറിയിക്കുക. എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇന്ന പോലെ ഉണ്ട്, ക്ലാസ് ഉണ്ട്. പുതിയ പുതിയ അറിവുകൾ നമുക്ക് നേടാനും അത് ഷെയർ ചെയ്യാനും കഴിയുന്നതായിട്ടുള്ളൊരു വേദിയാക്കി നമുക്ക് ഇതിനെ മാറ്റാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പരമാവധി പേര് വീഡിയോയിലേക്ക് എത്തുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ എനർജി തമ്മിൽ കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഓരോ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ എനിക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യും. ഞാൻ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതിലും അപ്പുറം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനും സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്കിവിടെ ഇന്ന് എനിക്ക് തോന്നിയത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നിയത് ദ ആർട്ട് ഓഫ് ലൈഫ് എന്നുള്ളൊരു വിഷയത്തെ കുറിച്ചാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ജീവിതവുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ചാണ് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോവുക. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതം
ഒരുമിച്ച് ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും? ഇപ്പൊ നമ്മളെല്ലാവരും ഓരോ ക്ലാസ്സുകളിൽ നിന്നും പലവിധ കാര്യങ്ങൾ നേടുന്നവരാണ്, അറിയുന്നവരാണ്. അതിൽ പലതും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പലതും നമ്മൾ അറിഞ്ഞിട്ടും അറിയാത്തത് പോലെ ചെയ്യാതെ പോകുന്നതുമുണ്ട്. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉയർച്ചയും താഴ്ചയും എല്ലാം കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് നമ്മളിലുള്ള ഓരോ ഓരോ ദിവസവും നമ്മളിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളിലൂടെയാണ്. ചിലരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നവരുണ്ട്. മറ്റു ചിലർ അത് പോകുന്നത് പോലെ പോകാന്ന് വിചാരിക്കുന്നവരുണ്ട്. ഉയർച്ചയിലേക്ക് എത്താൻ താല്പര്യപ്പെടുന്നവരെല്ലാവരും എന്താണ്, കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകും എന്നുള്ളതാണ്. അത് മാത്രമല്ലാണ്ട് അവരവരെ ഒന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, എൻ്റെ വീഴ്ചകൾ എന്താണ്, ഞാൻ എങ്ങനെ ചെയ്താലാണ് ശരിയാവുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്താണ് മുൻപോട്ട് പോവുക. നമുക്കും ഇവിടെ അറിയേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ കല എന്താണെന്നുള്ളതാണ്. അത് എങ്ങനെ നമുക്ക് ഉയർച്ചയിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ കല എന്നത് വ്യക്തിപരമായ വളർച്ച, നമ്മളിലുള്ള അർത്ഥവത്തായ റിലേഷൻഷിപ്പുകള്, ഉദ്ദേശപൂർണമായ ജീവിതം എന്നിവയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്നർ വേൾഡും ഔട്ടർ വേൾഡുമായിട്ടുള്ള ഒരു ഹാർമണിയാണ് നമ്മൾ എന്താക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ കല രൂപപ്പെടുത്തുന്നത്. ആ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതെങ്ങനെ മെയിൻറ്റെയിൻസ് ചെയ്തു പോവാം? പലർക്കും എന്താവുന്നുണ്ട്, ജോലി, വീട്ടിലെ കാര്യങ്ങള്, കുട്ടികളുടെ കാര്യങ്ങള്, അങ്ങനെ എല്ലാം കൊണ്ടും ആകെ ബുദ്ധിമുട്ടുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അവിടെ എങ്ങനെ അത് മുൻപോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത രീതിയിൽ ഓരോരുത്തരും വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് സ്ട്രെസ് അനുഭവിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ആ ഒരു നിമിഷത്തെ അറിയാതെ മുൻപോട്ട് പോവുക, പിന്നീട് അതിനെ ഓർത്ത് വിഷമിക്കുക, ഇങ്ങനെയുള്ള പല ഇഷ്യൂസിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തെ നമ്മുടെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും. അതിന് ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് ഇവിടെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷമുള്ള ഓരോ പാർട്ടുകളും അടുത്ത് വരുന്ന ഓരോ കാര്യങ്ങളിലൂടെ, ഓരോ വെബിനാറിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. എന്തൊക്കെയായിരിക്കും നമ്മുടെ ജീവിതത്തിന് ഹാർമോണി നിലനിർത്താൻ വേണ്ടതെന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുമോ? നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ, കോൺഫിഡൻസ്, ലവ്, ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ബുക്കും പേനയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. റെസ്പെക്റ്റ്, ഓക്കെ. നമ്മുടെ ജീവിതത്തിന്റെ ഹാർമോണി നിലനിർത്തണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അടുക്കും ചിട്ടയുമായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുപോയാൽ മതി. അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് തന്നെ മൈൻഡ്ഫുൾനെസ് ആണ്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും മൈൻഡ്ഫുൾനെസ് എന്താണെന്ന്. എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലേക്ക് പോകാൻ കഴിയും? ഈ നിമിഷത്തില് ആ ഒരു മൈൻഡ്ഫുൾനെസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു നിമിഷത്തില് ആ ഒരു മൈൻഡ്ഫുൾനെസ്സിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ തന്നെ ഈ ക്ലാസ്സിൽ തന്നെയാണോ എല്ലാവരും ഇരിക്കുന്നത്? അതോ അപ്പുറത്ത് എന്താണ്, അല്ലെങ്കിൽ ഇനി എന്താണ്, അങ്ങനെയുള്ള ചിന്തകളിലൂടെയൊക്കെയാണോ പോയിട്ടുള്ളത്? ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് റിയലൈസ് ചെയ്ത് നോക്കുക. ഞാൻ ഈ നിമിഷം ഇവിടെ തന്നെ ഉണ്ടോ? ഈ ക്ലാസ്സിൽ തന്നെ ഉണ്ടോ? അതോ ഉറക്കത്തിന്റെ അല്ലെങ്കിൽ ക്ഷീണത്തിന്റെ ഇതിലേക്കാണോ? എന്താണെന്ന് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേ. രണ്ടാമത് നമുക്ക് വേണ്ടത്, പകുതി ഇവിടെ ഉണ്ട്, പകുതി എവിടെയോ പോയിട്ടുണ്ട്. അപ്പൊ ആ പകുതിയുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ കയറി വരും. അപ്പൊ ആ പകുതി കിട്ടിയതും ഉണ്ടാവില്ല, പകുതി പോയതും ഉണ്ടാവില്ല, ഒന്നും അല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരും എന്നുള്ളതാണ്. രണ്ടാമത്തെ പാർട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ്. അത് ഓൾറെഡി യെസ്, നമ്മൾ ഓൾറെഡി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എല്ലാവരും ചെയ്യുന്നവരാണ് അല്ലേ? എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ പ്രാക്ടീസ് ചെയ്യുന്നത് എത്രത്തോളം നിങ്ങൾ ഇവോൾവ് ചെയ്താണ് ചെയ്യുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി.
മൂന്നാമത്തെ കാര്യം വരുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് ഓരോരുത്തരും എല്ലാവരും ടു ഡു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. പക്ഷെ അത് എത്രത്തോളം കൊണ്ടുപോകുന്നുണ്ടെന്ന് വൈകുന്നേരം നോക്കി കഴിയുമ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റിയില്ല എന്നുള്ളൊരു രീതിയിലേക്കായിരിക്കും വരിക. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഹാർമണി നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. നാലാമത്തെന്ന് പറയുന്നത് സെൽഫ് റിഫ്ലക്ഷൻ ആണ്. അത് നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എന്താ വെച്ചാൽ വിഷ്വലൈസേഷൻ ആണ്. ഇതിൽ കുറച്ച് പാർട്ടുകൾ നമ്മൾ പല ഭാഗത്തു നിന്നും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കി കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അടുത്തതുള്ളത് കണക്റ്റിംഗ് ബിൽഡിംഗ് ആണ്. ഏഴാമത്തത് ലൈഫ് ലോങ് ലേണിംഗ്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ കല അല്ലെങ്കിൽ ആർട്ട് ഓഫ് ലൈഫ് തീരുമാനിക്കുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ടോ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയാവും. അപ്പൊ അതിന് നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലൂടെ ഒന്ന് കടന്നു പോകാം. മൈൻഡ്ഫുൾനെസ് മീനിങ്സ് എന്തായിരിക്കും, എന്തിലൊക്കെ മൈൻഡ്ഫുൾനെസ് വേണ്ടി വരും, നമുക്ക് എങ്ങനെ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. മൈൻഡ്ഫുൾനെസ് എന്തിലൂടെ എങ്ങനെയൊക്കെ എനിക്ക് കൈവരിക്കാൻ സാധിക്കും? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഇവിടെ തന്നെ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയണ്ടേ. എന്തിലൊക്കെ കൂടി നമുക്ക് മൈൻഡ്ഫുൾനെസ് സെറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നുണ്ട്? ആരും ചെയ്യുന്നവരില്ലേ? ബ്രീത്തിങ്. ഓക്കെ, ഇത്രയും പേരുണ്ടായിട്ട് ഞാൻ എല്ലാവരും ഒന്ന് വായിച്ച് ചെയ്യായിരുന്നു. ആരൊക്കെ ഉണ്ട് ഇവിടെ എന്ന് നോക്കായിരുന്നു കേട്ടോ. സെൽഫ് ലവ്. ഓക്കെ, മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്താൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്തിലൂടെയൊക്കെ മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്താം? നമ്മൾ സാധാരണ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണല്ലേ. ആരും മെഡിറ്റേഷൻ ചെയ്യാത്തവരില്ലല്ലോ. EFTയിലാണെങ്കിൽ തെറാപ്പിയിലൂടെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അല്ലാത്തവരാണെങ്കിൽ സെൽഫിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഈ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് എന്താണ് നമുക്ക് ലഭിക്കുക? മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് നമ്മളെ തന്നെ നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിച്ച് നമ്മുടെ ഉള്ളിലൂടെ നടക്കുന്നത് എന്തൊക്കെയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാണ്ട് മെഡിറ്റേഷനിലേക്ക് എത്താനുള്ളത്. കുറെ പോയിന്റ്സുകൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യത്തെ പോയിന്റ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളത്. 2, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാന്നുള്ളത്. 3, നമ്മുടെ ബോഡി സ്കാൻ ചെയ്യാന്നുള്ളത്. 4, ആക്റ്റീവ് ലിസണിങ്. നമ്മൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മൾ നല്ലൊരു കേൾവിക്കാരനാകുന്നുണ്ടോ എന്നുള്ളത്, അതും മൈൻഡ്ഫുൾനെസ്സോടുകൂടി ചെയ്യേണ്ടതാണ്. പിന്നെയുള്ളത്, നമ്മൾ സ്വാഭാവികമായിട്ട് മൈൻഡ്ഫുൾനെസ്സിലേക്ക് പോകുന്നത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ, കുളിക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നമ്മൾ നടക്കുമ്പോൾ, ഇതിലെല്ലാം മൈൻഡ്ഫുൾനെസ് ഫീൽ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴും വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, എന്താവണം, നമ്മളത് ഫീൽ ചെയ്ത് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. ഈ മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? ആ മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാമായിട്ടൊന്ന് ഇരുന്ന് നോക്കിക്കേ. ജസ്റ്റ് ഒന്ന് ഡീപ് ബ്രീത്ത് എടുത്തൊന്ന് കാമായിട്ടൊന്ന് ഇരുന്നേ. അപ്പൊ നിങ്ങളുടെ ഉള്ളിലൂടെ എന്താണ് സംഭവിക്കുന്നത് ഒന്ന് തിരിച്ചറിഞ്ഞേ. ജസ്റ്റ് ടേക്ക് എ ഡീപ് ബ്രീത്ത്, ഹോൾഡ് ഓൺ, ബ്രീത്ത് ഔട്ട്. Take a deep breath, hold on, breathe out. Take a deep breath, hold on, breathe out. നിങ്ങൾ ആ ബ്രീത്തിങ്ങിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക.
ആ ബ്രീത്തിങ് എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നതും അതെങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നതും എന്നൊന്ന് തിരിച്ചറിയുക. അതിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ മുഴുവനും വരുന്ന മാറ്റങ്ങളെ ഒന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതിലേക്ക് നന്നായിട്ട് പൂർണ്ണമായിട്ടും നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ വരുന്നത് അതിനെ നിങ്ങൾക്ക് ലിസൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതോ പുറത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളിലേക്കാണോ നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത്? നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കുക. ഈ നിമിഷത്തില് നിങ്ങൾക്ക് നിങ്ങളെ ഇവിടെ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് നിരീക്ഷിക്കുക. ഈ നിമിഷത്തിനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ആ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് ഫീൽ ചെയ്യണത്? മനസ്സിനൊരു സന്തോഷം, ഒരു സമാധാനം, എന്താണ് ഫീൽ ചെയ്യണത്? ഒന്ന് തിരിച്ചറിയുക. റിയലൈസ് ചെയ്യുക നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അതിലെത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളത്. അതിലൂടെ നിങ്ങളുടെ ഇന്നർ സെൽഫുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് തിരിച്ചറിയുക. ആ ഫീലിങ്സ് എല്ലാം മൈൻഡ്ഫുൾനെസ്സിനോട് കൂടി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിമിഷത്തിൽ ഇവിടെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ആ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങൾക്കായി കുറച്ചു സമയം മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പ്രൗഡ് ഫീലോട് കൂടി ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഈ ഒരു നിമിഷം എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് എന്നൊരു പ്രൗഡ് ഫീലിങ്ങോട് കൂടി കണ്ണുകൾ തുറക്കുക. എന്താണ് ഫീൽ ചെയ്തത്? സന്തോഷം, സമാധാനം. എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിലിട്ടെ. ഉണ്ട്. ചാറ്റ് ബോക്സിൽ പറയാൻ പറ്റില്ലാത്തവരെന്ത് ചെയ്യാ? ഒന്ന് അൺമ്യൂട്ട് ആക്കി പറഞ്ഞോളുക. ആ ഒരു മാം മൈൻഡ്ഫുൾനെസ്. ചെറുതായിട്ട് പേടി തോന്നി മാം. എന്താ? അങ്ങനെ തോന്നി. കണ്ണുകൾ അടച്ചപ്പോഴോ? കണ്ണുകൾ അടച്ചപ്പോ ഇങ്ങനെ സ്വന്തം സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ചെറിയൊരു പേടി മനസ്സിൽ വന്നു. ഓക്കെ. മറ്റുള്ളവർക്ക് എന്താണ് ഫീൽ ചെയ്തത്? ഹാപ്പിനെസ്. ഓക്കെ. അറിഞ്ഞ് ക്ലാസ് എടുത്തപ്പോൾ നല്ലൊരു ഫീല്. യെസ്. അപ്പൊ നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ്സിലേക്ക് പോകാൻ ഡെയിലി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് നമ്മൾ തെറാപ്പി ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കാമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ശ്വാസം, ആ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങളെ ഇങ്ങനെ കാണുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ അത്രത്തോളം ഇഷ്ടപ്പെടാൻ സാധിക്കും. ഇപ്പൊ ഒരാൾ പേടി തോന്നി എന്ന് പറഞ്ഞു, അത് എന്തുകൊണ്ടായിരിക്കും പേടി തോന്നുക? നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും വീക്ക്നെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉള്ളപ്പം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ നമ്മളോട് ഇഷ്ടത്തിന്, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം ചിലവഴിക്കുന്നത്, എൻ്റെ സ്വന്തത്തിന് വേണ്ടിയിട്ടാണ് എന്ന ആ ഒരു രൂപേണ നിങ്ങളൊന്ന് കാമായിട്ട് എല്ലാ ദിവസവും മോർണിംഗ് നൈറ്റ് ഒന്ന് ഇരുന്ന് 10 മിനിറ്റ് ആണെങ്കിലും മതി. ആ സമയത്തൊന്ന് ഇരുന്ന് നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ അറിയുക. നിങ്ങൾ അന്നത്തെ ദിവസം ചിലപ്പോൾ പല കാര്യങ്ങളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവും. പക്ഷെ അന്നത്തെ ദിവസം നിങ്ങൾ ആസ്വദിച്ച് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് അതൊക്കെ ഒന്ന് ഫീൽ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുമായിട്ട് ഒന്ന് ഇഴുകി ചേർന്നിരിക്കുക എന്നുള്ളതാണ്.
അവിടെ നമുക്ക് ലഭിക്കുന്നത് ഞാൻ എന്നും എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് കിട്ടുന്നത്. ആ വിശ്വാസത്തിലൂടെ, ആ ഒരു കാംനെസ്സിലൂടെ നമുക്ക് എന്താകാൻ പറ്റും? നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെ നമ്മൾക്ക് നേടാൻ ആഗ്രഹമുണ്ടോ അതൊക്കെ നേടാനുള്ള ആക്ഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മളോട് സംസാരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിൽ നമ്മളോട് സംസാരിക്കുകയല്ല ചെയ്യുന്നത്, മറ്റുള്ളവരോട് പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. എപ്പോഴും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സംസാരങ്ങൾ നമുക്ക് തന്നെയാണ് വന്നു ഭവിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളോട് എന്തൊക്കെയാണോ നമ്മുടെ ഇഷ്ടങ്ങള്, ആഗ്രഹങ്ങള്, ഇല്ലെങ്കിൽ നമ്മുടെ ഗോൾസ്, അതേപോലെ നമ്മുടെ ഉള്ളിൽ ഉള്ള ഓരോ സ്കില്ലുകള്, അങ്ങനെ എന്തൊക്കെ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും പറയാനും നമ്മളോട് തന്നെ ചർച്ച ചെയ്യാനും പറ്റുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ആക്ഷൻ എടുക്കാൻ കഴിയുന്നുള്ളതാണ്. എനിക്ക് ഇന്ന് ഇന്ന കാര്യം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ആ കാര്യം ഞാൻ എന്നോട് തന്നെ, ഞാൻ ഇന്ന് നമുക്കിത് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇന്ന് നമുക്കിത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് അങ്ങ് വിട്ടു പോകുമ്പോൾ ചെയ്താൽ ചെയ്തു, ചെയ്തില്ലേ ചെയ്തില്ല, അവിടെ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റണില്ല. അപ്പൊ നമ്മൾ മൈൻഡ്ഫുൾനെസ്സോട് കൂടി ഇരുന്ന് അന്നത്തെ ഒരു ദിവസത്തെ, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ നിങ്ങൾ കാമായിട്ടിരുന്ന് അതിന് വേണ്ട ഒരു എനർജിയെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ദിവസം ഫുള്ള് നമുക്ക് എനർജി ആയിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കും. ഇപ്പൊ ബ്രീത്തിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് കാര്യം പറഞ്ഞു. നമുക്ക് ബ്രീത്തിങ് ചെയ്യുമ്പം പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മ ഒന്ന് ബ്രീത്തിങ് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഒരു 7 സെക്കൻഡ് പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക എന്നുള്ളത്. നമ്മളല്ലാത്തപ്പോ നമ്മുടെ ഉള്ളിൽ ശ്വാസം നടക്കുന്നത്, ശ്വസിക്കുന്നത് നമ്മൾ അറിയുന്ന പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിന് അതിൻ്റെതായ വാല്യൂ നൽകുന്നില്ല. ഈ മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതും അവിടെ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ എന്താണ് സംഭവിക്കുന്നതെന്നും അത് പുറത്തേക്ക് വിടുമ്പോൾ അത് എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നതെന്നും നമ്മളൊന്ന് അനുഭവിച്ചറിയാൻ സാധിക്കണം എന്നുള്ളതാണ്. അതിന്റെ ഒരു മെത്തേഡാണ് 4-7-8 ബ്രീത്തിങ് എന്ന് പറയുന്നത്. അതായത് 4 സെക്കൻഡ് ഉള്ളിലേക്ക് ബ്രീത്ത് എടുക്കുക, 7 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡ് പതിയെ ആ ശ്വാസം പുറത്തേക്ക് വിടുക. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ശ്വാസത്തിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഈ ശ്വാസം ഉണ്ടെങ്കിലല്ലേ നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ശ്വാസത്തിന് എത്രത്തോളം പ്രയോരിറ്റി കൊടുക്കണം, അപ്പൊ അതിനെ ഒന്ന് അറിഞ്ഞുകൊണ്ട് ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ബ്രീത്ത് ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും നമ്മുടെ രൂപത്തെ നമ്മുടെ ഉള്ളിൽ തന്നെ കാണാൻ സാധിക്കണം. എല്ലാവരും മിററിൽ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം. എന്താണ്, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നമ്മളെ കാണുന്നുണ്ട്. അത് പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുങ്ങാനായിട്ട് പോയി നിൽക്കുന്നുണ്ട്, തലയിരാനും അല്ല മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി നിൽക്കണം. ഒരിക്കൽ പോലും നമ്മൾ നമ്മളെ ഫുള്ളി സ്കാൻ ചെയ്യുന്നില്ല. പല ആൾക്കാരും സംസാരിക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൈകൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പോലും ശ്രദ്ധിക്കാറില്ല. രാവിലെ എഴുന്നേറ്റ് ആ കൈകൾ കൊണ്ട് എന്തുമാത്രം ജോലികൾ ചെയ്യുന്നുണ്ട്. ആ കയ്യിൽ വരുന്ന ഒരു മാറ്റമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ അതാണ് നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത്. മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡി സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. ആ ബോഡി സ്കാനിൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ തല മുതൽ കാൽപാദം വരെയുള്ള ഭാഗങ്ങളെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കണം. മെഡിറ്റേഷനിലൊക്കെ നമ്മൾ പറയാറുണ്ട്, തല മുതൽ കാൽപാദം വരെയുള്ള ഭാഗങ്ങളിലൂടെ ആ എനർജി വരുന്നതൊന്ന് ഫീൽ ചെയ്യാൻ പറയുന്നുണ്ട്. എത്ര പേർക്ക് അത് ഫുള്ളി എന്റെ തല ഇങ്ങനെയാണ്, എന്റെ മുഖം ഇങ്ങനെയാണ്, എന്റെ കണ്ണുകൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ചും അറിഞ്ഞുകൊണ്ട് ഫീൽ ചെയ്ത് അതിനെ സ്കാൻ ചെയ്തെടുക്കുന്നത് പോലെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊരു മൈൻഡ്ഫുൾനെസ് ആണ്. അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ശരീരത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓരോ ഭാഗങ്ങളും അത് എന്ത് മാറ്റങ്ങളാണ് വരുന്നത്, ഒരു വേദനയായിക്കോട്ടെ, ഒരു മറ്റ് എന്ത് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ നാം നമ്മളുമായിട്ടൊരു കണക്ഷൻ
രൂപീകരിക്കുന്നുണ്ട്. ബ്രീത്തിങ്ങിലൂടെ നമ്മളിലേക്ക് ഒരു കണക്ഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മൈൻഡ്ഫുൾനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ ബോഡി സ്കാൻ ചെയ്യുമ്പോഴും നമ്മൾ ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് നമ്മളെ തന്നെ ഒന്ന് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ലൈഫിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ നിമിഷത്തിൽ നമുക്കൊന്ന് ആ ഒരു മൈൻഡ്ഫുൾനെസ്സിലൂടെ ഒന്ന് കടന്നു പോകാം. ജസ്റ്റ് ഒന്ന് പ്രാക്ടിക്കലി ചെയ്തെന്ന് നിങ്ങളൊന്ന് ആ ഒരു മൈൻഡ്ഫുൾനെസ് എന്താണെന്നൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുക. പതിയെ തല മുതൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആദ്യമേ തന്നെ നമ്മുടെ തലയുടെ രൂപം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ തലമുടി, നെറ്റിത്തടം, കൺകൾ, കൺപീരികം, ആ മുഖം, ചെവി, മൂക്ക്, വായ്, നമ്മുടെ ആ മുഖത്തിന്റെ ആ ഒരു ഷേപ്പ് തന്നെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ മനസ്സിലേക്ക് ആ ഓരോ അവയവത്തെ കൊണ്ടുവരുമ്പോഴും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കൂടെ മനസ്സിലേക്ക് ഫീൽ ചെയ്യുക. ആ ഒരു അവയവം കൊണ്ട് നമ്മൾ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നൊന്ന് ഫീൽ ചെയ്യുക. അതേപോലെ നമ്മുടെ ശരീരത്തിന് താഴോട്ട് ഓരോ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കഴുത്തിലുള്ള ഓരോ പാർട്സുകള്, ഷോൾഡർ, ആ ഷോൾഡറിന്റെ കണക്ഷൻ, അതിൽ നിന്നും വന്നിട്ടുള്ള കൈകള്, ആ കൈകൾ എത്രത്തോളം ബലമുള്ളതാണ്, വഴങ്ങുന്നതാണ്, ആ കൈയിലെ എല്ലുകള്, കൈപ്പത്തികള്, കൈവിരലുകള് ജസ്റ്റ് റിയലൈസ് ചെയ്യാം. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് ഫീൽ ചെയ്യാം. അതേപോലെ തന്നെ വീണ്ടും താഴത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഹാർട്ട് മിടിക്കുന്നത്, ആ മിടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ വരുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, അത് എത്ര കാലം കൊണ്ട് മിടിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ശ്വാസകോശം, ആ ശ്വാസകോശത്തിലൂടെ ശ്വാസം കടന്നു വരുന്നതും പുറത്തേക്ക് പോകുന്നതും, നമുക്ക് വേണ്ട ഓക്സിജനെ സ്വീകരിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നത്, നമ്മുടെ കരള്, ആ വാരിയെല്ലുകള്, നമ്മുടെ ശരീരത്തിന്റെ ഡൈജഷൻ പ്രവർത്തനം നടത്തുന്ന ഓരോ അവയവങ്ങള്, നട്ടെല്ല്, ആ നട്ടെല്ലിലേക്ക് ജോയിന്റ് ആവുന്ന കാലുകള്, ആ കാലുകളുടെ ആ ഒരു കണക്ഷന്, ആ കാലിലേക്ക് വരുന്ന എല്ലുകള്, കാൽമുട്ടുകള്, കണങ്കാല്, കാൽപാദം, വിരലുകള്, അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും നിങ്ങളൊന്ന് മനസ്സറിഞ്ഞൊന്ന് ഫീൽ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം, അൽഹംദുലില്ലാ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ഒരു ശരീരമാണല്ലോ എനിക്ക് നൽകിയിട്ടുള്ളത് എന്നൊന്ന് ഫീൽ ചെയ്ത് നോക്കൂ. അത് നമ്മുടെ ഒരു മൈൻഡ്ഫുൾനെസ് ആണ്. ഇതിൽ തലയെന്നൊരു അവയവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആ തലയുടെ ഉള്ളിലുള്ള ആ തലച്ചോറിനെ, ആ ബ്രെയിനിനെ, അതിൻ്റെ അകത്തുള്ള ഓരോ ചെറിയ ചെറിയ കണികകളെ, അതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, ഓർമ്മശക്തി ലഭിക്കുന്നത്, നമുക്ക് വേണ്ട ശരീരത്തിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും പാസ് ചെയ്യുന്നത് ബ്രെയിനിൽ നിന്നാണ്. അപ്പൊ അത് എത്രത്തോളം വേഗതയിലാണ് അത് പ്രവർത്തിക്കുന്നത്. പ്രപഞ്ചനാഥന്റെ സൃഷ്ടി എത്രത്തോളം മഹത്തരമാണ്. ഒന്ന് ഫീൽ ചെയ്ത് നോക്കുക, സ്വന്തത്തെ ഒന്ന് റിയലൈസ് ചെയ്ത് നോക്കുക. യെസ്, ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു ശരീരം, അതിലെ ഓരോ പാർട്സുകള്, അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങള്, മനുഷ്യനായിട്ട് ഈ ഭൂമിയിലുള്ളത് ഒന്ന് ഫീൽ ചെയ്ത് നോക്കുക. ആ ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? അതൊന്ന് നന്നായിട്ട് ഫീൽ ചെയ്യുക. ഒക്കെ വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു വരാം, കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. അടുത്ത പാർട്ടായിട്ടുള്ളത് ലിസണിങ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക്
കേൾക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചു, ഫീൽ ചെയ്യാൻ സാധിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എന്താ പറയാ തലച്ചോറിലൂടെ മാത്രമാണോ കടന്നു പോയത്, ആ ഹാർട്ട് ഓറിയന്റഡ് ആയിട്ടാണോ കടന്നു പോയത്? ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തപ്പോൾ വെറുതെ ഫീൽ ചെയ്ത് പോവുകയായിരുന്നോ, അതോ അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടതാണെന്നുള്ള ഫീലോട് കൂടിയാണോ ചെയ്തിരുന്നത്? അതിനെ കൂടി ഒന്ന് നിങ്ങൾ തിരിച്ചറിയുക. വീണ്ടും വീണ്ടും നിങ്ങൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ലയിച്ചു ചേരാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഇതും ഒരു മൈൻഡ്ഫുൾനെസ് ആണ്. ഇനി ഇവ നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ടെന്ന് വെക്കുക. ആ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തെ അറിഞ്ഞ്, അതിന്റെ രുചി അറിഞ്ഞ് മൈൻഡ്ഫുൾനെസ്സോട് കൂടി കുടിക്കാൻ സാധിക്കുന്നുണ്ടോ? എത്ര പേർക്ക് അത് സാധിക്കുന്നുണ്ട്? ഒരു ദാഹിക്കുമ്പോൾ ഓടിപ്പോയിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, മടമടാന്ന് കുടിക്കുക, അതവിടെ കൊണ്ടുവെക്കുക, ഇങ്ങനെയാണോ ചെയ്യുന്നത്? അതോ ആ ജലം നമ്മൾക്ക് നൽകിയിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് ഹംദ് പറഞ്ഞ അല്ലെങ്കിൽ താങ്ക് യു പറഞ്ഞുകൊണ്ടാണോ ആ വെള്ളം കുടിക്കാറുള്ളത്? നിങ്ങളെ തന്നെ ഒന്ന് റിയലൈസ് ചെയ്യുക. അപ്പൊ ഇതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നമ്മൾ ഇഷ്ടത്തോടെ ആസ്വദിച്ച് അതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് കഴിക്കും തോറും ആ ഭക്ഷണത്തിൽ നിന്ന് എന്തൊക്കെയാണോ നമുക്ക് ലഭിക്കേണ്ടത് അത് ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ സെറ്റ് ആവും എന്നുള്ളതാണ്. ഇപ്പൊ ഉള്ളവരൊക്കെ എന്താ ചെയ്യാ, മൊബൈൽ എടുത്ത് മുന്നിൽ വെക്കും, ഭക്ഷണം വെറുതെ വാരി തിന്നാണല്ലേ, അതിൻ്റെ അകത്ത് എന്താ സാധനം ഉള്ളതെന്ന് അറിയുന്നില്ല. പലപ്പോഴും എന്താണോ മക്കൾസ് ഒക്കെ എന്താ ചെയ്യാം, ഫ്രണ്ടില് ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് കഴിക്കും, കണ്ണുകൾ മൊത്തം എവിടെയായിരിക്കും? ആ ഒരു സ്ക്രീനിലായിരിക്കും. അങ്ങനെ കഴിക്കുന്ന ഭക്ഷണം അത് അത്രത്തോളം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുമെന്ന് തോന്നുന്നുണ്ടോ? അവിടെ നമ്മൾ കാണുന്നത് എന്താണോ അതിന്റെ റിയാക്ഷനും കൂടെ ആ ഫുഡിന്റെ കൂടെ പോകുന്നുണ്ട്. അത് നെഗറ്റീവ് എനർജിയിലാണ് അത് കിട്ടുന്നതെങ്കിൽ ആ നെഗറ്റീവായിട്ട് തന്നെ ആ ഫുഡിന്റെ എനർജി നമ്മുടെ ഉള്ളിലേക്ക് എത്തും. അതിനാണ് പറയണത്, നമ്മൾ കഴിക്കുമ്പോൾ ഇവൻ എന്തൊരു സംഭവം ആയിക്കോട്ടെ, ചെറിയൊരു സാധനമാണെങ്കിൽ പോലും അത് കഴിക്കുമ്പോൾ അത് ഇന്നതാണെന്ന് അറിഞ്ഞ് അതിന് ഗ്രേറ്റ്ഫുൾ ആയിട്ടൊന്ന് കഴിച്ചു നോക്കൂ. അതാണ് ജീവിതത്തിൽ നമ്മുടെ രോഗങ്ങളെ മാറ്റി നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണത്. നമ്മൾ ഏതൊരു സംഭവം കഴിക്കുമ്പോഴും അതിന് ഗ്രേറ്റ്ഫുൾ ആയിട്ട് അതിനെ കഴിക്കുക, അതിനെ അറിഞ്ഞുകൊണ്ട് കഴിക്കുക എന്നുള്ളത്. ഞാൻ ഇന്ന സാധനമാണ് കഴിക്കുക, ഇത് എൻ്റെ ആരോഗ്യത്തിന് മികച്ചതാണ് എന്ന ഫീലോട് കൂടി അത് നൽകിയവനെയും അതിനെ സൃഷ്ടിച്ചവനെയും എല്ലാം മനസ്സിൽ ഫീൽ ചെയ്തിട്ടൊന്ന് കഴിക്കുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് ഈ മൈൻഡ്ഫുൾനെസ്സോടുകൂടി കഴിക്കുക എന്ന് പറയുന്നത്? നമ്മൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ആരോഗ്യം എത്രത്തോളം നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ആയുസ്സും നീട്ടിക്കിട്ടുന്നുണ്ട്, അത്രത്തോളം നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ നിലനിർത്തണമെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കണം. ആ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ്സോട് കൂടി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ചെയ്യണം എന്നുള്ളതാണ്. ഇവ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്ത് രീതിയിലായിരിക്കും ആ ഫുഡ് ഉണ്ടാക്കണേ? ഇതെങ്ങനെയല്ലോ ഒന്ന് പെട്ടെന്നൊന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഒരിടത്ത് പോയിരിക്കണം, എനിക്ക് ഭയങ്കര ക്ഷീണാണ്, ഈ ഒരു രീതിയിലാണ് ആ ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ക്ഷീണവും ആ വയ്യാഴികയൊക്കെ ആ ഫുഡിന്റെ കൂടെ നിങ്ങൾ കലർത്തി ആർക്കൊക്കെ കൊടുക്കുന്നുണ്ടോ അവരെല്ലാം അത് കഴിക്കുന്നുണ്ട്, അവരിലും ആ ക്ഷീണവും വയ്യാഴികയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. എവിടെന്നും പോയി വിലയ്ക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ പോലും മൈൻഡ്ഫുൾനെസ്സോടുകൂടി സംസാരിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയായിരിക്കും? ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച് സംസാരിക്കുന്നവരില്ലേ? എന്തിനാണത് അങ്ങനെ ചെയ്യുന്നത്? അത് അവരെ സന്തോഷിപ്പിക്കാനാണ്. അപ്പൊ സെൽഫിനെ സന്തോഷിപ്പിക്കാനാണോ? നെവർ. സെൽഫ് അവിടെ അകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ അടി ഉണ്ടാക്കുന്നുണ്ടാവും, എന്നാൽ നമ്മൾ പുറത്ത് നല്ല ചിരിച്ച് സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ മൈൻഡ്ഫുൾനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവൃത്തിയിലും നമ്മൾ ആ ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ആരോഗ്യം സുഖസുന്ദരമായിട്ട് നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ടാവും.
അപ്പൊ നമ്മുടെ മരുന്നുകള് എൻ്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് തന്നെ ആരോഗ്യമുള്ള ഒരു ലോകം, ഒരു സമൂഹം ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് സാധിക്കാത്തതല്ല അത്. അത് സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളിലും മൈൻഡ്ഫുൾനെസ് ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യും തോറും നമ്മുടെ ആരോഗ്യം പുഷ്ടിപ്പെട്ടു വരുന്നത് നമുക്ക് വീക്ഷിക്കുന്നവർക്ക്, അതായത് സെൽഫിനെ റിയലൈസ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും, ഇന്നലത്തെ അവസ്ഥയായിരുന്നോ ഇന്ന് എനിക്ക്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് തിരിച്ചറിയണം എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലും എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു വിശ്വാസവും ആ ഒരു ഇഷ്ടവും ഇതൊക്കെ കൂടെ ചേരുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ റിസൾട്ട് എന്നുള്ളത്. അത് വിശ്വാസം ഇല്ലാണ്ട് എന്ത് കാര്യം ചെയ്തിട്ട് കാര്യമുണ്ടോ? അതൊട്ടില്ലത്തേനും. അപ്പൊ എവിടെ പോയി എന്ത് പഠിച്ചിട്ടും കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമുണ്ടോ? ആദ്യം നമ്മുടെ ഉള്ളിൽ ആ ഒരു വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസം നല്ല രീതിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ്ഫുൾനെസ്സോട് കൂടി ചെയ്യുമ്പോഴാണ് ആ വിശ്വാസവും നമ്മളിൽ ഉറയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൈൻഡ്ഫുൾനെസ് തന്നെയാണ്. അതിലൂടെ തന്നെ നമ്മളൊന്ന് ഈ ഒരു 1 വീക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ആ മൈൻഡ്ഫുൾനെസ് ഒന്ന് ഫീൽ ചെയ്യുക. പറ്റുന്നവരെന്ത് ചെയ്യുക? ഞാൻ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ മൈൻഡ്ഫുൾനെസ്സോടുകൂടി ചെയ്യാൻ പറ്റിയെന്നൊന്ന് എഴുതി വെക്കുക. ആ എഴുതി വെക്കുന്നതോടുകൂടി നിങ്ങൾക്ക് വീണ്ടും ചെയ്യാനുള്ള ഒരു ഊർജം ലഭിക്കും എന്നുള്ളതാണ്. അതിലൂടെ എന്ത് ചെയ്യാം? ഈ ഒരു 1 വീക്ക് നന്നായിട്ട് കടന്നു പോവുക. അതായത് ഈവൻ രാവിലെ എഴുന്നേറ്റിട്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴും, ഈവൻ പല്ല് തേക്കാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ പോലും പെട്ടെന്ന് ഇങ്ങനെ പല്ലങ്ങോട്ട് തേച്ചിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഓടിപ്പോരുകയല്ല. ജസ്റ്റ് അതിന് ആ പല്ലുകൾ അവിടെ നമുക്ക് നൽകിയതിന്റെ ഒരു ഫീൽ അറിയാം. അതുള്ളത് കൊണ്ട് എന്തൊക്കെയാ നമുക്ക് കാര്യങ്ങൾ എന്നറിയാം. അപ്പൊ അങ്ങനെ പല്ല് തേച്ച് നല്ല മുഖം കഴുകി ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ വരുമ്പോൾ നമ്മുടെ ഉള്ളില് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അത് വേറെ ആർക്കും തരാൻ പറ്റില്ല. അത് അവനവൻ തന്നെ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അതിനെ എല്ലാം എന്ത് ചെയ്യുക? അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ അതിന്റെ പോയിന്റുകൾ പറയാം. ഒന്ന്, മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും. രണ്ടാമത് വന്നിട്ട് ബ്രീത്തിങ്ങിലൂടെ ചെയ്യാൻ സാധിക്കും, മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്താൻ സാധിക്കും. മൂന്നാമത്തത് ബോഡി സ്കാനിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നാലാമത്തത് നമ്മൾ ആക്റ്റീവ് ലിസണിങ്, നമ്മൾ ആ കേൾക്കുന്നതിലും നമ്മൾ പറയുന്നതിലും നമ്മുടെ സംസാരത്തിലും നമ്മൾ കേൾക്കുന്നതിലും നമ്മുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ടോ ആ ഒരു മൈൻഡ്ഫുൾനെസ്സോട് കൂടി നമുക്ക് അതിനെ ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മൈൻഡ്ഫുൾനെസ്സോട് കൂടി ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ വെള്ളം കുടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ നടക്കുമ്പോൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലെല്ലാം ഒന്ന് മൈൻഡ്ഫുൾനെസ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നത് പോലെ മൈൻഡ്ഫുൾനെസ് കിട്ടുന്ന വേറെ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനിയുള്ളത് കുറച്ച് സമയം, ഞാൻ 1 മണിക്കൂറാണ് സമയം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ആർട്ട് ഓഫ് ലൈഫിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം, അതായത് ഞാൻ ഒരു 7 പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പോയിന്റാണ് ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അടുത്തത് നെക്സ്റ്റ് ഫ്രൈഡേ അടുത്തൊരു പോയിന്റിന്റെ വിശദമായിട്ടുള്ള ക്ലാസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ളത് ചോദിക്കാം. ഈവൻ ഞാൻ തന്നെ ആദ്യം ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളോട്. നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് ഫീൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അറിയുന്നവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യോ അല്ലെങ്കിൽ അൺമ്യൂട്ടാക്കി പറയുകയോ ചാറ്റ് ബോക്സിൽ പറയുകയോ ചെയ്യാം. ഈ മൈൻഡ്ഫുൾനെസ് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാം. ഓക്കെ, ആരോഗ്യം, സന്തോഷം, സമാധാനം. യെസ്, യാ. ഇനിയും പോരട്ടെ, നമ്മൾ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയൊരു സാധനമൊക്കെ ഇവിടെ ഇല്ലാണ്ടാവുന്നത്. നമ്മളെ തന്നെ കോൺഫിഡൻസ് കിട്ടും. യാ, ഓക്കെ. പിന്നെ നമുക്കുള്ള നമുക്ക് അനുഗ്രഹങ്ങൾ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം. ഓക്കെ. ജമീല മാം എന്തോ പറയാൻ വേണ്ടി വന്നല്ലോ.
നമ്മുടെ ശരീരത്തിൽ അള്ള തന്ന അനുഗ്രഹങ്ങളെ തന്നെ നമുക്കൊന്നും കൂടെ തിരിച്ചറിയാൻ പറ്റുന്നു. യാ ഓക്കെ ഓക്കെ. എന്തായാലും ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയധികം മെസ്സേജ് വന്നതുകൊണ്ട് തന്നെ സന്തോഷം തോന്നുന്നുണ്ട്. ഹാപ്പി, ലവ്, പെർഫെക്റ്റ്, സാറ്റിസ്ഫാക്ഷൻ, ക്ഷമ കിട്ടുന്നുണ്ട്, സമാധാനം കിട്ടുന്നുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. തവക്കൽ ചെയ്യാൻ പറ്റും. യെസ്, കൂടുതൽ അടുക്കാൻ കഴിയും. പീസ്ഫുൾ മൈൻഡ് ഉണ്ടാവും. സൈലൻസ് ആയിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞാനും പറഞ്ഞു തരാൻ വിചാരിച്ചിരുന്നത്. ലാസ്റ്റ് പോയിന്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളിൽ നിന്ന് തന്നെ ആ ഒരു ആൻസർ കിട്ടുമ്പോ എനിക്കും സന്തോഷാണല്ലോ. യാ ഓക്കെ. അപ്പോ ഇനിയുള്ളത് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം എനിക്ക് ആ ഒരു വീഡിയോ സെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. എന്താണ് സംഭവിച്ചതെന്നല്ല. അതിന് മുമ്പേ ഞങ്ങൾ ട്രയലൊക്കെ നോക്കിയപ്പോ അത് സെൻഡ് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. സാബിറ ഏതെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. യാ ഓക്കെ. എന്താന്ന് വെച്ചാല് ഹീലിംഗ് ഹബ് എന്നുള്ളൊരു കമ്മ്യൂണിറ്റി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഈ മാജിക്കൽ ടോക്ക് എന്നുള്ളത്. അപ്പൊ ഇനി എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഉണ്ടാവും. നിങ്ങൾക്കറിയുന്ന എല്ലാ വ്യക്തികളിലേക്കും എത്തിക്കുക. എനിക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ ഈ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആരോഗ്യമുള്ളവരായി മാറണം. എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് ക്ഷീണമാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, ഇതൊന്നും ഒരു മനുഷ്യനിലും ഇല്ലാത്ത രീതിയിലേക്ക് എത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇന്റൻഷൻ. അപ്പൊ അതിനായിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത കാര്യമാണിത്. അപ്പോ അതേപോലെ തന്നെ നമ്മൾ ഹീലിംഗ് ഹബിലൂടെ പല കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി 2-3 കോഴ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ പേർക്ക് അറിയാം. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു സെക്ഷൻ നടക്കുന്നുണ്ട്. അത് 999-ലാണ് 2-3 ദിവസത്തെ ക്ലാസ് പോണത്. പിന്നെ ഫോർഗീവ്നെസിന്റെ ക്ലാസ് നടക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ EFT ചെയ്തവർക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ ഇനി ഓരോ കോഴ്സുകളായിട്ട് ഇതിലേക്ക് വരുന്നുണ്ട്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് വരുന്നുണ്ട്, മാജിക്കൽ കോഡ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ മെന്ററിങ് എടുക്കുന്നുണ്ട്, പേഴ്സണൽ മെന്ററിങ് എടുക്കുന്നുണ്ട്, ഗ്രൂപ്പ് മെന്ററിങ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത് കൂടാതെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ASM സ്റ്റുഡൻസ് കോർണർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം നമ്മളിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സിറ്റിസൺസിന് വേണ്ടി, അതായത് ഇപ്പം ഒരുപാട് പേര് മക്കളെല്ലാവരും അബ്രോഡ് ആയിരിക്കും, ഉമ്മയും വാപ്പയും അല്ലെ ഉമ്മ മാത്രം, ഇങ്ങനെ തനിച്ചാകുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ ഒരുപാടായി വരുന്നുണ്ട്. ഒരുപാട് പേരുണ്ടായി വരുന്നു. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും ASM ലവിങ് റൂട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അവരിലേക്കെല്ലാം വർക്ക് വരുന്നതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അതെല്ലാം സെറ്റായിട്ട് തന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിലൂടെ മെന്റേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങളും ഹീലിംഗ് ഹബിലുണ്ട്. ഇതെല്ലാം നിങ്ങളോട് ഞാൻ പറയാണ്, അതേപോലെ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഹീലിംഗ് ഹബിലേക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ റിസൾട്ടുകൾ തിരിച്ചറിയാം. ഏത് കാര്യവും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് അതിനെ റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കേൾക്കുന്നത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ കളഞ്ഞാൽ നമുക്കത് റിസൾട്ടിലേക്ക് എത്താൻ പറ്റില്ല. എന്തറിവും നമ്മൾ നേടട്ടെ, ആ നേടിയ അറിവ് ഒരിക്കലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു നോക്കി അതിന് റിസൾട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന നിമിഷം മുതൽ നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് ഉണ്ടല്ലോ, ആ ട്രൂ സെൽഫ് പറയും നീ ഇത് ചെയ്തോ, നിനക്കിത് റിസൾട്ടിലേക്ക് എത്തിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഇവിടെ എന്റെ കോഴ്സ് ചെയ്തവര് പലരും ഉണ്ട്. അവർക്ക് പറയാനുള്ളത് പറയാം എന്താണെങ്കിലും. അതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് വരുന്ന ഓരോ വീക്കുകളിലും ഗസ്റ്റ് ആയിട്ട് ഓരോരുത്തരുണ്ടാവും വിസ്ഡം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ GCTP ബാച്ചിലുള്ളവരുണ്ടാവും, മറ്റ് മെന്ററിങ്ങിലുള്ളവരുണ്ടാവും. അങ്ങനെ എല്ലാവരെയും ഞാൻ ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പുതിയ പുതിയ അറിവുകൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ആ അറിവിലൂടെ എല്ലാവരും വളരണം. ഓക്കെ, ഫീഡ്ബാക്ക് പറയാനുള്ളവർക്ക് പറയാം. താങ്ക് യു മാം.
താങ്ക് യു മാം. താങ്ക് യു സൂപ്പർ ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ താങ്ക് മച്ച്. യു. ഹലോ മാം. നന്നായിട്ട് വളരെ അൽഹംദുലില്ലാ മാഷാ അല്ലാ. പറഞ്ഞോളൂ. മാം ഞാൻ ഹസീന. പറയോ ഹസീന മാം പറഞ്ഞോളൂ. ഞാൻ കുറേയായി മാമിന്റെ ഇതില് വരാത്തത്. കാരണം വെച്ചാൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു വരാതിരുന്നത്. ഇന്ന് Okay. യാദൃശ്ചികമായി കണ്ടതായിരുന്നു നിങ്ങളുടെ ഇത് ഇങ്ങനെ ഒരു ഇതുണ്ട്, സെഷൻ തുടങ്ങുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിന് ലേറ്റ് ആയി പോയി കയറാന്ന്. എന്നാലും പിന്നെ ഞാൻ വീഡിയോയിൽ വരാത്തത് ഞാൻ എന്താന്ന് വെച്ചാൽ പുറത്താണ്, അതുകൊണ്ടാണ്. പിന്നെ Okay, ഞാൻ record ഉണ്ടോ? ദുബായിലാണെന്നുള്ളത് അറിയുമല്ലോ. റെക്കോർഡ് ഉണ്ടാവോ? Yes, yes. ഓക്കെ, താങ്ക് യു. പിന്നെ എനിക്ക് മാമിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു പേഴ്സണൽ ആയിട്ട്. Okay, അപ്പം വിളിച്ചാൽ മതി. പിന്നെ ഏത് നമ്പർ? ഞാൻ ഇപ്പൊ ദുബായിലാണുള്ളത് മാം. എന്താ അപ്പം പിന്നെ ഞാൻ എന്റെ നമ്പറിൽ വാട്സപ്പ് ഇവിടെ ബോട്ടിം വർക്ക് ഉണ്ട്, ചെയ്യില്ല. അതിൽ വിളിച്ചാൽ മതി. ബോട്ടിയം ഉണ്ടോ? യെസ്. ഓക്കെ ഇൻഷാല്ല ഞാൻ വിളിച്ചോളാം. ഓക്കെ, താങ്ക് യു സോ ഓക്കെ, മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി ആരാണ് പറയാനുള്ളത്? ഇത് ആർക്കും ഷെയർ ചെയ്യാനില്ലേ ഒന്നും? ജമീല മാം. മാമിനുണ്ടായ മാറ്റങ്ങൾ? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാന്. ജീവിതത്തിൽ തന്നെ തിരിച്ചറിയാതെ പോയ കുറെ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ തിരിച്ചറിയാൻ പറ്റും. എന്തിനാ ജീവിക്കണതെന്ന് അറിയാതെ അതിനൊക്കെ മാറ്റങ്ങൾ വന്നു. ഓക്കെ. എന്റെ നമ്മളെടുക്കാൻ എന്ത് പറയാന് മനസ്സിലായി. മറ്റേ നമ്മൾ കുറെ ജോലി ചെയ്യും എന്നല്ലാതെ എന്താന്നൊന്നുമില്ലല്ലോ. ഒരു കണക്കില്ലാതെ അങ്ങനെ പോവല്ലേ. എടുക്കുന്ന പണിക്ക് ഇപ്പൊ ഹംദ് പറഞ്ഞ അത് ഒരു ഉഷാറായിട്ട് എടുക്കാനും എന്തിനാണ് എടുക്കണതെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. കുറച്ചും കൂടെ ഒക്കെ അപ്പോഴേ ഇനി കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കാം. എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ എനിക്ക് ഗ്രൂപ്പിലാണ് സെൻഡ് ആക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും സെൻഡായി വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എന്തെങ്കിലും കാണാനോ കേൾക്കാനോ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ മാം. ഓക്കെ. ഇപ്പൊ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. പൂക്കളൊക്കെ വന്നു. ഓക്കെ. ഒരു മിനിറ്റ്. അപ്പൊ അതെന്നോട് പിണങ്ങിയിരിക്കുകയായിരുന്നു കുറച്ചു നേരം. ഇപ്പൊ സെറ്റ് ആവട്ടോ. സാറായി. Ongoing progress inside the healing musical. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതില് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തരാം. ഇതാണ് ഒന്ന് നമ്മുടെ ഹീലിംഗ് ഹബ്ബാണ്. ഇതിലെ നമ്മുടെ മെന്റേഴ്സ് ആണ് ഫാത്തിമ മാം, നസീറ മാം, ഷിജി മാം. നമ്മള് ഇപ്പോ ഇനി വരാൻ പോകുന്ന പ്രോഗ്രാമുകൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, മാജിക്കൽ കോഡ്സ്, EFT വിത്ത് മൈൻഡ് പവർ, കൗൺസിലിംഗ്, സ്റ്റുഡൻസിനും പേരൻസിനുമുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അതേപോലെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗും കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഉള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ്. സ്റ്റുഡൻസ് കോർണറും ലവിംഗ് റൂട്ട്സും ഇതൊക്കെ നമ്മുടെ ഭാഗമാണ്. അതേപോലെ തന്നെ നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, ASM ടോക്സ് ആണ്. ഇൻസ്റ്റഗ്രാമും ഉണ്ട്, ഹീലിംഗ് ഹബ് എന്നുള്ളത്. അപ്പൊ ഏതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഓക്കെ,
താങ്ക് യു. ഓക്കെ താങ്ക് യു മാം, താങ്ക് യു. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു സോ ഓക്കെ. മച്ച്. താങ്ക് യു. ഉം.